കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 61ാമത് വാർഷികമാണ് ഇന്ന് നമ്മുടെ ഈ വേദിയിൽ ഈ സദസ്സിൽ അരങ്ങേറുന്നത്. നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് ഏറ്റവും തഴക്കവും പഴക്കവുമുള്ള ആദ്യ സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 1964 രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് വളർന്ന് പന്തലിച്ച് കേരളത്തിന്റെ 14 ജില്ലയിലും വളരെ കെട്ടുറപ്പുള്ള, വളരെ സാമൂഹിക പ്രതിബദ്ധതയോടും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ കുടിക്കീഴിൽ അണിചേരുമ്പോൾ അഭിമാനിക്കാം. നമ്മുടെ സംഘടന ഈ നാടിന് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും ഒട്ടനവധി നല്ല കാര്യങ്ങൾ, ചാരിറ്റികൾ ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽപ്പെട്ട മെമ്പർമാരുടെ കരുതലും അവരുടെ നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുള്ളതാണ്. നിങ്ങളുടെ വിലയേറിയ സമയം അറിയാം. ഹോട്ടലുകാരുടെയൊക്കെ വേദനയും നൊമ്പരമൊക്കെ എനിക്കറിയാം. ഞാൻ ഹോട്ടൽ നടത്തി തൊഴിലാളിയുള്ള ആളായതുകൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഇന്ന് മുഴുവൻ, ഒരു ദിവസം മുഴുവൻ നിങ്ങൾ തന്ന് ഈ സദസ്സ് ഇത്ര നിറഞ്ഞു നിർത്തുവാൻ നിങ്ങൾ കാണിച്ച ആ നല്ല മനസ്സിന് നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KHR. ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇന്ന് KHR ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ പറഞ്ഞാൽ ചായക്കച്ചവടക്കാരുടെ സമ്മേളനം. പക്ഷേ ഏതൊരു പ്രൊഫഷണൽ സമ്മേളനത്തെക്കാളിലും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമ്മേളനമായി ഇന്ന് ഈ സമ്മേളനം മാറിയത് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടാണ്. അതിന് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തികച്ചും പ്രൊഫഷണലായി ചുരുങ്ങിയ ദിവസം, ഏതാണ്ട് 12 ദിവസം കൊണ്ട് 186 പേജുള്ള ഒരു സുവനീർ പ്രസിദ്ധീകരിച്ച് 33 കമ്പനികളെ കൂടെ ചേർത്തുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചത് KHR എന്ന ലേബലിന്റെ പുറത്താണ്. ആ ലേബൽ ഉണ്ടാക്കി തന്ന സംസ്ഥാന നേതൃത്വത്തിനും കോട്ടയം ജില്ല നന്ദി പറയുകയാണ്. ഈ കാലയളവിൽ നമ്മുടെ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 11 വർഷക്കാലം പിന്തുടർന്നു പോകുന്ന ഒരു കമ്മിറ്റിയാണ് ഇതുവരെ നിലനിന്നിരുന്നത്. അതിൽ നിന്ന് തികച്ച മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട്, പുതിയതായി വന്നവരെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ഭരണസമിതി ഇന്ന് രാവിലെ നടന്ന ജനറൽ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 11 വർഷക്കാലം ഇതിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ എനിക്ക് നൽകിയ നിങ്ങളുടെ പിന്തുണ അത് കൃത്യമായി തന്നെ ഉപയോഗിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 16 യൂണിറ്റുകളുമായി 1500-ൽ പരം മെമ്പർഷിപ്പുമായി കോട്ടയത്തിന്റെ മുക്കിനും മൂലയിലും വെല്ലുവിളിച്ച എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് എല്ലാ യൂണിറ്റുകളിലും ചെന്ന് KHRയുടെ കൊടി പാറിക്കുവാൻ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് എനിക്കും എന്റെ ഒപ്പമുള്ള ടീമുകൾക്കും സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിക്കും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്നും അവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് KHR എന്ന പ്രസ്ഥാനത്തിന്റെയും ഇവിടുത്തെ ചെറുകിട ഹോട്ടലുകാരെ സംരക്ഷിക്കുവാനുള്ള നടപടികളിലേക്കും നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജയ് KHR. കേരളത്തിലെ ഹോട്ടൽ മേഖലയിലെ ചലനാത്മകമായിട്ടുള്ള സംഘടനയെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന സംഘടനയാണ് KHR. ചലനാത്മകം എന്ന് ഞാൻ മനഃപൂർവ്വം സൂചിപ്പിക്കപ്പെട്ടതാണ്. നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ നേതൃത്വമാണ് KHRയുടെ നേതൃത്വം എന്നത് നിസ്സംശയം പറയാൻ കഴിയും. അതിന് നേതൃത്വം നൽകുന്ന അതിന്റെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും. ഞങ്ങളെല്ലാം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അമ്പരപ്പിക്കുന്ന ശരവേഗത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ ശരവേഗത നിങ്ങൾക്ക് കൈവരിക്കാനായത് ഇവിടെ ക്യാപ്ഷനിൽ സൂചിപ്പിക്കപ്പെട്ട സൗഹൃദത്തിന്റെ പ്രതിഫലനമാണ്. ആ സൗഹാർദ്ദപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുമ്പോഴാണ് ഏതൊരു സംഘടനയും മികവാർന്ന നിലത്തിൽ മുമ്പോട്ട് പോകുന്നത്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ ഈ സംഘടനയുടെ കൂട്ടായ്മയും അർപ്പണബോധവും തീർച്ചയായും എന്നും ഈ കേരളത്തിന്റെ മാറ്റത്തിനും വ്യാപാര മേഖലയിലെ പുതിയ അനുഭവത്തിന്റെ സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനത്തിനും കരുത്തേകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഇവിടെ ഹോട്ടൽ വ്യാപാരം എന്ന് പറയാൻ പറ്റുമോ, ഹോട്ടൽ വ്യവസായം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ രണ്ടും പറയാൻ പറ്റാത്ത ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. വ്യവസായമാണോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കപ്പെട്ട വ്യവസായമായി ഹോട്ടൽ മേഖലയെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വ്യാപാരമാണോ എന്ന് ചോദിച്ചാൽ ഒരു ട്രേഡ് അല്ലാത്തത് കൊണ്ട് വ്യാപാര മേഖലയിലും പരിഗണിക്കാനാവില്ല. ഒരു സർവീസ് സെക്ടർ എന്ന നിലയിൽ കണക്കാക്കപ്പെടുമ്പോഴും വ്യവസായികൾക്കും വ്യാപാരികൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുമ്പോഴാണ് പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി എന്നാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ സമൂഹവും നമ്മുടെ സാഹചര്യങ്ങളുമെല്ലാം ഏറെ വിഭിന്നവും വ്യത്യസ്തവുമായി ആനുകാലികത്തിൽ കരുത്താർന്ന സന്ദർഭത്തിലാണ് ഓരോരുത്തരും ഓരോ മേഖലയിലും അവരവരുടെ ജീവിതാവശ്യവുമായി ബന്ധപ്പെട്ട് വ്യാപാരവും വ്യവസായവും സർവീസ് മേഖലയിലെ പ്രവർത്തനങ്ങളുമെല്ലാം സംഘടിപ്പിച്ചു വരുന്നത്. വലിയ പ്രതിസന്ധി കാലത്ത് വിവിധ മേഖലകളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു വ്യാപാര മേഖലയിലും വ്യവസായ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ സമകാലീനത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോട് യോജിച്ച നിലയിലുള്ള പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരേണ്ട സന്നിഗ്ധമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓൺലൈൻ വ്യാപാരത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, വഴിയോര കച്ചവടത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, ഗവൺമെന്റുകൾ എടുക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായി രൂപപ്പെട്ടു വരുന്ന പ്രതിസന്ധികളുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ദൈനംദിനം അഭിമുഖീകരിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ലോകവും രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാടുമെല്ലാം പുതിയ സാഹചര്യത്തെ അഭിമുഖീകരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസ പ്രക്രിയയുടെ ഭാഗമായി പുതിയ മാറ്റത്തിന് വിധേയമാകുമ്പോൾ വ്യാപാരം നടത്തുന്നവർ, വ്യവസായം നടത്തുന്നവർ അവർ അല്പാൽപ്പം ചുരുങ്ങുന്നു, അല്പാൽപ്പം പരിമിതപ്പെടുന്നു എന്ന പ്രതിസന്ധി ഈ മേഖലയിൽ വല്ലാത്ത നിലയിൽ ബാധിക്കുകയാണ്. ധനമൂലധന ശക്തികളുടെ കടന്നുവരവ്, കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ മുമ്പൊരു കാലത്തുമില്ലാത്ത നിയന്ത്രണം ഈ മേഖലയിൽ വരുന്നത് വല്ലാത്ത പ്രതിസന്ധി രൂപപ്പെടുത്താൻ ഇടവരുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. ചില്ലറ വ്യാപാര മേഖലയെ നിയന്ത്രിക്കുന്നത് വൻകിട കുത്തകകളായി വരുമ്പോഴാണ് ചെറുകിട വ്യാപാര മേഖല പരിമിതപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഡയറക്ട് മാർക്കറ്റിങ്ങിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം നമ്മുടെ നാട്ടിലെ വിവിധ വ്യാപാര സംഘടനകൾ ഒന്നിച്ചണിനിരക്കുന്ന നേരിട്ടിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ പ്രായോഗിക തലത്തിൽ പോകുമ്പോൾ അത് എത്ര കണ്ട് വിജയിച്ചു എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സന്ദർഭവും നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു പഴയ ചിത്രം എന്നെ എടുത്ത് കാണിച്ചു. ഞാനും ജയബാലിയേട്ടനും എല്ലാം ഒന്നിച്ച് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമരത്തിൽ ഏറെ വർഷങ്ങൾക്കപ്പുറത്ത് പങ്കെടുത്ത ഒരു ചിത്രമാണ്. ആ ചിത്രം ഈ മേഖലയിലേക്ക് കടന്നു വരാനിടയുള്ള ധനമൂലധന ശക്തികളുടെ കടന്നുവരവിനെതിരായിട്ടുള്ള ജാഗ്രവത്തായിട്ടുള്ള പ്രതിരോധമായിരുന്നു. അന്നത്തെ പാർലമെന്റ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അവരെല്ലാം ഞങ്ങൾ ന്യൂഡൽഹിയിൽ രാംലീല മൈതാനത്തിനടുത്ത് നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ആ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടന്നു വന്നിരുന്നു. പക്ഷേ ഏറെ വർഷങ്ങൾക്കിപ്പുറത്ത് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നാം എന്തിനെയാണോ പ്രതിരോധിച്ചത്, ആ പ്രതിരോധിക്കപ്പെട്ട ശക്തികൾ നമുക്കുമേൽ ആധിപത്യം ഉറപ്പിക്കുന്ന പുതിയ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. മാറ്റങ്ങൾക്ക് നമ്മുടെ നാട് വിധേയമാവണം. ആ മാറ്റങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനാവണം. ഒന്നിനെയും നമുക്ക് തടസ്സപ്പെടുത്താനാവില്ല. പക്ഷേ ആ മാറ്റം ഏതെങ്കിലും ഒരു മേഖലയെ തകരാനും തളർത്താനും ഇടയാകുന്ന രീതിയിൽ രൂപപ്പെടുമ്പോഴാണ് പ്രതിസന്ധി ഭയാനകമാകുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും കൂട്ടായി അതിജീവിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അതിനുവേണ്ടി തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സംഘടനയെ നിങ്ങൾ ഓരോരുത്തരും
ശക്തമായി മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് വേദിയിൽ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ പ്രതിസന്ധി നിരന്തരം അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്നതാണ് ഏതൊരു സംഘടനയുടെയും ശരിയായ ദൗത്യമെന്ന് പറയുന്നത്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധി വിവരണാതീതമായിരുന്നു. എത്രയോ മാസക്കാലമാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വന്ന ഹതഭാഗ്യരായി നമ്മൾ മാറിയത്. പ്രളയമുണ്ടായപ്പോ സമാനതകളില്ലാത്ത പ്രതിസന്ധി അഭിമുഖീകരിച്ചവരാണ് നമ്മൾ. ഓഖിയും നിപ്പയും ഉണ്ടായപ്പോ ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഒട്ടേറെ നഷ്ടം സംഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായാൽ അത് കാർഷിക മേഖലയിൽ മാത്രമല്ല, ആ പ്രതിസന്ധിയുടെ രൂക്ഷത അനുഭവപ്പെടുന്നത് അത് വ്യാപാര മേഖലയും വ്യവസായ മേഖലയിലും വരുമെന്ന തിരിച്ചറിവുണ്ടായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ ഐക്യം ഏറ്റവും പരമപ്രധാനമാണ്. ആ ഐക്യത്തോടു കൂടിയിട്ടുള്ള പ്രതിരോധം ദൈനംദിനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവനത്തിന്റെ മാർഗത്തിലൂടെ നാം നടത്തുന്ന വ്യാപാരമാണെങ്കിലും വ്യവസായമാണെങ്കിലും സർവീസ് മേഖലയാണെങ്കിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന വർത്തമാനഘട്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴാണ് സംഘടനയുടെ ബലവും കരുത്തും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അവിടെ ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ, ഇപ്പൊ GST വന്നപ്പോ, ഘടനാപരമായിട്ടുള്ള മാറ്റം രൂപപ്പെട്ടപ്പോ അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ജയപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അതിനെതിരായി അതിന്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി പ്രതിരോധിച്ചപ്പോഴാണ് തീർച്ചയായും ചില ആനുകൂല്യങ്ങൾ ഈ മേഖലയ്ക്ക് നൽകാൻ GST കൗൺസിൽ നിർബന്ധിതമായത് എന്ന സ്ഥിതിവിശേഷവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മുടെ സ്വയം പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനാവണം. കൂട്ടായ്മയും ഐക്യവും, ആ കൂട്ടായ്മയും ഐക്യവുമാണ് ഏതൊരു സംഘടനയുടെയും കരുത്തും ബലവും എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തിൽ എല്ലാവർക്കും യോജിച്ച് പ്രവർത്തിക്കാനാവണം എന്ന് മാത്രം സൂചിപ്പിച്ച് വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി, വർണ്ണലിംഗ ഭാഷാ വ്യത്യാസങ്ങളുടെ അതിർവരമ്പുകൾ തീർക്കാതെ വ്യാപാരവും വ്യവസായവും സർവീസ് മേഖലയും ഒരൈക്യത്തോടുകൂടി വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ യോജിക്കേണ്ടതാണ് എന്ന നിലപാട് അത് ഉയർത്തിപ്പിടിക്കാൻ ആ പ്രവർത്തനം KHRAയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സംഘടനയായി വ്യാപാരി വ്യവസായ സമിതി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പു നൽകാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആ യോജിച്ച പ്രക്ഷോഭം വരുന്ന ആളുകളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നെയ്യാൻ രൂപരേഖ തയ്യാറാക്കുന്ന സമ്മേളനങ്ങളായി വിവിധ ജില്ലാ സമ്മേളനങ്ങൾ മാറുന്നു എന്നാണ് നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിലേറ്റവും ദൃഢവത്തായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം നിലനിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ കോട്ടയം ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ, വരുന്ന ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ഈ തീഷ്ണാനുഭവങ്ങളിൽ നിന്ന് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഉണ്ടാവുക എന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പരുവക്കപ്പെടുത്തിയിട്ടുള്ള സംഘടനാ നേതാക്കന്മാരാണ് ഈ സംഘടനയെ നയിക്കുന്നത് എന്നതുകൊണ്ട് ഒരു സംശയവും അക്കാര്യത്തിൽ നമുക്കാർക്കും വേണ്ടതില്ല. എന്നാൽ ഒരു കൂട്ടായ്മയുടെ സൗഹൃദം കൂടുതൽ ദൃഢപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം KHRAയുടെ കൊടിക്കീഴിൽ നിങ്ങൾ അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്ന് ഇവിടെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ടാണ് വനിതകളായിട്ടുള്ള സംഘടനാ നേതാക്കന്മാർ ഒത്തുചേർന്ന് ഈ കൊടിയുടെ ജാജ്വല്യമാനമാർന്ന കരുത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള തുടക്കം ഇവിടെ പ്രൗഢമായി നടത്തിയതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ പ്രൗഢത ഈ സംഘടനയുടെ എല്ലാ തലങ്ങളിലും ഉണ്ടാക്കിയെടുക്കാനും ഈ സംഘടനയെ ശരിയായ നിലയിൽ നയിക്കുവാനും നിങ്ങളുടെ എല്ലാവരുടെയും കരുത്താർന്ന നേതൃനിര അതിന് പരുവക്കപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ
വരും ഭാവിയുടെ കരുത്തായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. KHRA സുരക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയിട്ടുള്ള ശ്രീ ES വിഷു അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പൊന്നാട അണിയിച്ചുകൊണ്ട് ശ്രീ ES വിഷു അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. KHRA ഈ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൽ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ. കോട്ടയം ജില്ലയിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നൊരു മഹാസമ്മേളനത്തിൽ വന്നുകൂടിയപ്പോൾ നിങ്ങളെ കാണുവാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇവിടെ ബിജു പറഞ്ഞതുപോലെ കോവിഡ് കാലത്തൊക്കെ വളരെ വലിയ ഹോട്ടലുകളൊക്കെ നടത്തിക്കൊണ്ട് ഇരുന്ന സാഹചര്യത്തിൽ 2-3 വർഷക്കാലം ഹോട്ടലുകൾ അടച്ചിട്ടപ്പോഴുള്ള നഷ്ടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് അറിയാം, ഒരു സ്ഥാപനം വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, അത് ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, എല്ലാം കൊണ്ടും തകർന്ന ഒരവസ്ഥയിൽ കുറേ കാലങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ പ്രദാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. എല്ലാവരുടെയും ഓർമ്മയിൽ ഏതൊരു വ്യക്തിയും ഏതൊരു കുട്ടിയെയാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വിട്ടാലും ആദ്യമേ അന്വേഷിക്കുന്നത് നല്ല ഫുഡാണോ. കാരണം ആരോഗ്യമുള്ള ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ നല്ല ഒരു ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം, വൃത്തിയുള്ള സ്ഥലത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കണം. അതിനോടനുബന്ധിച്ച് അടുക്കള നല്ല വൃത്തിയായിരിക്കണം. അതുപോലെ അത് ഉണ്ടാക്കുന്നവർ വൃത്തിയുള്ളവരായിരിക്കണം. അത് ഉണ്ടാക്കുന്ന ആളുകൾ വളരെ നല്ല രീതിയിലുള്ള രുചിക്കൂട്ടുണ്ടാക്കുന്നവരായിരിക്കണം. അങ്ങനെ 3-4 കാര്യങ്ങൾ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അവർ സംതൃപ്തിയോടുകൂടി പോകുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും ചിലവർ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ കയറാൻ തോന്നിക്കുമെന്ന്. അത്രയ്ക്ക് നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒത്തിരിയുണ്ട്. ഏറ്റുമാനൂരെ സംബന്ധിച്ചും കോട്ടയത്തും ഒക്കെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ, ആക്ഷേപങ്ങളില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ റെസ്റ്റോറൻറ്റ് ഉടമകളുമാണ്. നമുക്കറിയാം, ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കുന്നത് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഹോട്ടൽ ഉടമകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് ഏത് ദൂരത്താണെങ്കിലും ആളുകൾ ഇന്ന സ്ഥലത്ത് നല്ല ഭക്ഷണമാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല വെടിപ്പുണ്ട്, ഭക്ഷണം തരുന്നവരുടെ സമീപനം വളരെ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ കയറും. ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി. അപ്പം അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നമ്മുടെ കോട്ടയം ജില്ലയിലല്ല കേട്ടോ, എങ്കിൽ തന്നെയും നമ്മൾ അവിടെ ചെന്നപ്പം വേറൊരാൾ കൂടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നമ്മൾ കുറച്ച് കൗൺസിലർമാരും ഒക്കെ ഉണ്ട്, അപ്പോൾ പറഞ്ഞു ഇവിടെ ഇരിക്കും, ഭക്ഷണം ഇപ്പോൾ കൊണ്ടുതരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ അവിടെ ഇരുന്നു. അപ്പോൾ അവർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്കൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വൈകുന്നേരമൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പം കുട്ടികളാണ് അവിടെ കൂടുതലും കയറുന്നത്, കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ. അപ്പോൾ അവർ വന്ന് ഇരുന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ വൈകി കഴിഞ്ഞാണേലും അവർക്ക് ഭക്ഷണം കിട്ടിയാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും അവരും ഞങ്ങൾക്കും ഭക്ഷണം വൈകി. പക്ഷെ ഞങ്ങൾക്ക് അത് ആ 1 മണിക്കൂർ വലിയ വിലപ്പെട്ട മണിക്കൂറായിരിക്കും. അപ്പം നമ്മൾ വരുന്നവരെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വൃത്തിക്കും വെടിപ്പിനും രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടൽ ഉടമകളെ ഒരു വ്യക്തിത്വങ്ങളും മറക്കുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള വലിയൊരു സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഹോട്ടലുകാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, ഉണരുക, ലക്ഷ്യം നേടും വരെ പൊരുതുക എന്ന ആപ്തവാക്യം, അതെ, നമ്മൾ ഉണർന്നിരിക്കുകയാണ്. നമുക്ക് ലക്ഷ്യമുണ്ട്. നമ്മുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വ്യവസായത്തെ മുന്നോട്ട് നയിക്കുവാനും ഒപ്പം തന്നെ ആ പ്രവൃത്തികൾക്ക് വേണ്ടുന്ന പ്രചോദനമായി നമ്മുടെ സംഘടന
നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യവസായമാണ് ഹോട്ടൽ വ്യവസായം. ഒട്ടേറെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. കാരണം പല ആൾക്കാർ പണിയെടുക്കുന്ന ഒരു വ്യവസായമാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും ജോലിക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് തന്നെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊന്നും തളരാതെ ഇതിനെ മുന്നോട്ട് നയിക്കണം. എവിടെ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് നേടുവാൻ നമുക്ക് ഈ സംഘടനയിലൂടെ കഴിയണം. ആ സംഘടനയിലൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒട്ടേറെ ലൈസൻസും ഒട്ടേറെ പേപ്പറുകളും വാങ്ങിയാണ് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ നേതൃത്വം, പ്രത്യേകിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകും. ഈ നിർദ്ദേശങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിലെ വ്യാപാരികൾ, ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചായക്കടക്കാരാണ് നമ്മളെല്ലാം. ഈ ചായക്കടക്കാർ ഒന്നും പാലിക്കാതെ അവൻ്റെ അതായത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ സ്വഭാവമായിരിക്കും നമുക്ക് ചില സമയത്ത്. കാരണം നമുക്ക് മറ്റുള്ളവരെ ഒന്നും കേൾക്കാൻ സമയമില്ല. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് സത്യം, എൻ്റെ പ്രവൃത്തിയാണ് ശരി എന്ന് വിചാരിച്ച് കട നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു അപ്ഡേഷനും ഇല്ലാതെ. ഇന്നതൊക്കെ മാറി വലിയ ഹൈജീനിക് കടകളാണ് വരുന്നത്. വലിയ വലിയ അപ്ഡേഷനുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വ്യവസായത്തെ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര രംഗത്ത് വ്യാപാരത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, മാത്രവുമല്ല ഇവിടെ പുതിയ ഒരു ഭാരവാഹികൾ, അതായത് കഴിഞ്ഞ 11 വർഷത്തോളം 2 വർഷത്തിലൊരു പ്രാവശ്യം നടക്കുന്ന ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ് പുതിയ ഭാരവാഹികൾ ഇവിടെ ചാർജ് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അവരെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരോട് എനിക്ക് ഒരു പറയുവാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മുടെ താഴെയുള്ള ആൾക്കാരെ താഴെയിടാതെ എപ്പോഴും കൈപിടിച്ചുയർത്തുന്ന, അവർക്ക് അറിവില്ലായ്മയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായെങ്കിൽ അവരെ നമ്മൾ കൈ പിടിച്ചുയർത്തുന്ന ഒരു നേതൃത്വമാവട്ടെ നമുക്ക് പുതുതായി വന്നതെന്നും അതിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള ശ്രീ പിലിപ്പുകുട്ടിയെ പോലുള്ള നല്ല നേതൃത്വത്തിൽ വന്നവരും അതുപോലെ തന്നെ ഷാവുൽ ഹമീദും നല്ലൊരു നേതാവാണ്. ഇവർ രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KHRA. വ്യാപാര വ്യവസായ രംഗത്ത് ഒരുപക്ഷെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകൃതമാകുന്നതിനും മുമ്പേ രൂപം കൊണ്ട് ഇന്ന് 61ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്ന KHRA ആ രംഗത്തെ വ്യാപാരികളുടെ പ്രവർത്തന മേഖല പരിഷ്കരിക്കുന്നതിനും അവരുടെ നിലനിൽപ്പ് കൂടുതൽ ഉറപ്പിക്കുന്നതിനും വേണ്ടി ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുടുംബ സുരക്ഷാ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് KHRA ആണെന്ന് കാണുന്നതിൽ മാതൃകാപരമായ ആ പ്രവൃത്തി അനുകരണീയമായി ഇന്ന് പല സംഘടനകളും കാണുകയും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. കാറ്റഗറി സംഘടനകൾ പലതുമുണ്ട്. പല കാറ്റഗറിയിലെയും
പ്രത്യേകമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അത്തരത്തിലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് നല്ലതാണ്. ആ രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ പൊതുവെ വ്യാപാര മേഖലയിലുള്ള തങ്ങളുടെ സഹജീവികൾ, ഇതര വ്യാപാര മേഖലയിലുള്ളവർക്കും അവരോടും യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി KHRA സ്വീകരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റുമാനൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KHRAയുടെ യൂണിറ്റ് പ്രസിഡന്റും അതിൻ്റെ സെക്രട്ടറിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റും അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും KHRAയും രണ്ടല്ല, ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ടൊരു 3-3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റുമാനൂരിലെ ട്രേഡ് യൂണിയനുകൾ ഹോട്ടലുകൾ അവരുടെ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ വില കൂടിയപ്പോൾ അവരുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം ഒരല്പം വില വർദ്ധിപ്പിച്ചു. 2.5 രൂപയ്ക്ക് കൊടുത്തിരുന്ന ചായ അന്ന് 2.5 അതിനൊരു 8 അണ കൂട്ടി 50 പൈസ കൂട്ടി 3 രൂപയാക്കി. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഏറ്റുമാനൂരിലുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം അതുപോലെ മറ്റു ഭക്ഷണ സാധനങ്ങൾക്കും ചെറിയ തോതിൽ കൂട്ടി. അത് പറ്റത്തില്ല, വിലയൊക്കെ അവർ നിശ്ചയിക്കും, ആ വിലയ്ക്ക് വിറ്റോളണം എന്ന് തിട്ടൂരം പുറപ്പെടുവിക്കുകയും നോട്ടീസ് അടിച്ചിറക്കി ഏറ്റുമാനൂർ ടൗണിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കുകയും കടകളിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അന്ന് ഏറ്റുമാനൂർ KHRA ഇല്ല. അന്ന് ഞങ്ങളൊക്കെയാണ് രംഗത്തിറങ്ങിയത്. ഞങ്ങളെല്ലാവരും കൂടി അന്ന് രംഗത്തിറങ്ങുകയും അന്ന് ഇവര് പൊതുയോഗം കൂടി അവർ പറയുന്നത് പാലിന് ഇത്ര രൂപയേ ഉള്ളൂ, തേയിലയ്ക്ക് ഇത്ര രൂപയേ ഉള്ളൂ, അതിൽ ചൂടുവെള്ളം ഒഴിച്ച് 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് ഇത്രയേ ഉള്ളൂ, അതുകൂടി ഇട്ടാൽ ചായയാകും, അതിന് ഇത്രയേ ഉള്ളൂ കോസ്റ്റ്, ഇവർ പിന്നെ ഇത്രയും വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് അവർ പ്രസംഗിച്ചത്. ഞങ്ങൾ അന്ന് പൊതുയോഗം വെച്ച് ജനങ്ങളോട് പറഞ്ഞു, അത് വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുമ്പോൾ ഉള്ള ചായയുടെ കോസ്റ്റാണ്. ഇത് ഞങ്ങളുടെ ചായയിലെ തേയിലയും പാലും പഞ്ചസാരയും ചൂടുവെള്ളവും കൂടാതെ ഞങ്ങൾക്ക് പലതും ഇടേണ്ടതുണ്ട്. 1 സ്പൂൺ വാടക ഇടണം, 1 സ്പൂൺ ശമ്പളം ഇടണം, ജീവനക്കാർക്കും നമുക്കൊക്കെ ഉള്ള ശമ്പളം ഇടണം, 1 സ്പൂൺ കറണ്ട് ചാർജ് ഇടണം, 1 സ്പൂൺ തദ്ദേശ സ്വയംഭരണ ലൈസൻസ് ഫീസ് ഇടണം, 1 സ്പൂൺ പ്രൊഫഷണൽ ടാക്സ് ഇടണം, 1 സ്പൂൺ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെയുള്ള സംഭാവന ഇടണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിൽ പലതും നമ്മൾ ഹിഡനായിട്ട് വരുന്നു. ഇതൊക്കെ ചേർക്കുമ്പോഴേ നമ്മൾ തരുന്ന ചായയാകത്തുള്ളൂ. അതിന് അവസാനം ഞങ്ങൾക്ക് റേഷൻ മേടിക്കാനുള്ള ഒരു ചെറിയ 1/2 സ്പൂൺ ലാഭം കൂടി ഇട്ടെങ്കിലേ ഇത് വിൽക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഞങ്ങൾ അവിടെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തുകയും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും ഈ സമരക്കാരെയൊക്കെ തിരിച്ച് അവരുടെ മാളത്തിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ഇല്ലാത്ത ബിസിനസ്സാണ്. അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഉണരണം, പാതിര കഴിഞ്ഞാലും പണി തീരത്തില്ല, 1 ദിവസം പോലും ഹോളിഡേ ഇല്ല. ഈ മേഖലയിൽ
പണിയെടുക്കുന്നവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഇന്ന് അധികാരിവർഗം തയ്യാറാകുന്നില്ല. എന്തൊക്കെ രീതിയിൽ പീഡിപ്പിക്കാമോ ആ രീതിയിലൊക്കെ അതിന് മേലെ പുതിയ നിയമങ്ങളുണ്ടാക്കി. നമ്മളൊക്കെ പണ്ട് മായം ചേർക്കൽ നിരോധന നിയമത്തിനെതിരെ സമരം ചെയ്തവരാണ്. ഇന്ന് അതിനേക്കാൾ രൂക്ഷമായി FSSA കൊണ്ടുവന്നിരിക്കുന്നു, വലിയ ശിക്ഷകളുമായിട്ട്. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും നമുക്ക് എതിര് നിൽക്കാൻ കഴിയില്ല, കാരണം നമ്മളും പൊതുജനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ നിയമം നടപ്പാക്കുന്നത് ഇന്ന് ഈ മേഖലയെ ചൂഷണം ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. ഈ മേഖലയെ മാത്രമല്ല, വ്യാപാര വ്യവസായ മേഖലയെ പൊതുവിൽ ഇന്ന് ചൂഷണം ചെയ്യുകയും മിഡിൽ വിഭാഗത്തെയും ലോവർ വിഭാഗത്തെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ശൃംഖലകളായി വ്യാപരിക്കുന്ന കുത്തകകൾക്ക് വേണ്ടി ഈ മേഖലയെ ഞെരുക്കി ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു കാറ്റഗറി മാത്രമായി നിന്നുകൊണ്ട് നേരിടാൻ കഴിയില്ല. അവിടെ നിങ്ങൾ ഏകോപന സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളോടും അതുപോലെ ഇതര കാറ്റഗറിയിൽപ്പെട്ട ആളുകളോടും ഇപ്പോൾ നിലനിർത്തുന്ന സൗഹൃദം ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ട്രീറ്റ് വെണ്ടേഴ്സ്, നമ്മുടെ ഈ നിയമങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമില്ല. സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, വൈകുന്നേരമായാൽ ചിലപ്പോൾ അല്ലാത്ത സമയത്തും എവിടെയൊക്കെ ഇച്ചിരി റോഡിൽ സൗകര്യമുണ്ടോ അവിടെയൊക്കെ സ്ട്രീറ്റ് വെണ്ടേഴ്സ് വന്ന് നടത്തുകയാണ് അവരുടെ ബിസിനസ്. അവർക്ക് നമ്മുടേതുപോലുള്ള നിയമങ്ങളും ലൈസൻസുകളും ആരോഗ്യ സർട്ടിഫിക്കറ്റും വെള്ള സർട്ടിഫിക്കറ്റും ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇൻകം ടാക്സ് കമ്മീഷണറുടെ ഓഫീസിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ അവിടെ കീറ ബനിയനും ചീഞ്ഞ ഒരു കൈലിമുണ്ടും ഒക്കെ കൊടുത്ത് ഒരു ധർമ്മക്കാരനെ പോലെ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇൻകം ടാക്സ് കമ്മീഷണറോട് ചോദിച്ചു, സാറേ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഇൻകം ടാക്സ് കൊടുക്കുന്നവരല്ലേ, വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളിടത്ത് സാറ് ഈ ധർമ്മക്കാരനെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തി നിർത്തിയിരിക്കുന്നു, എന്താ ഇത് കാര്യം? അപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷണർ പറയുകയാണ്, അയാൾക്ക് ചെങ്ങന്നൂർ മുതൽ വൈക്കം വരെ 64 തട്ടുകടകളുണ്ട് റോഡരികിലുള്ള. 3 കോടി രൂപ അയാള് ഞങ്ങൾ ടാക്സ് അടച്ച് കഴിഞ്ഞു. ടാക്സ് അടിച്ചു, അവരെ 3 കോടി രൂപ അടച്ച് കഴിഞ്ഞു. ഇനി അയാളുടെ കണക്ക് വിളിച്ചിരിക്കുക, കുറച്ച് പൈസയും കൂടെ അയാളെ കൊണ്ട് അടപ്പിക്കാൻ വേണ്ടി അയാളെ വിളിച്ചു വരുത്തിയതാന്ന് പറഞ്ഞു. 3 കോടി രൂപ ഇൻകം ടാക്സ് അടയ്ക്കാൻ കഴിയുന്ന എത്ര KHRA അംഗങ്ങളുണ്ട് എന്ന് എനിക്ക് സംശയമാണ്. അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. വ്യാപാര രംഗത്തിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയായത്. ഇതിൽ ഞങ്ങൾ ഏറ്റുമാനൂർ ഭാഗത്ത് കുറേ റോഡ് സൈഡ് ഈ വെൻഡേഴ്സിനെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിട്ട് ചേർന്ന് ഒരു നടപടി എടുപ്പിച്ച് ഏറ്റുമാനൂർ ടൗണിൻ്റെ ഹൃദയഭാഗമൊക്കെ റെഡ് സോൺ, അതിനപ്പുറത്ത് യെല്ലോ സോൺ, ഗ്രീൻ സോൺ എന്നൊക്കെ തിരിപ്പിച്ച് അവരെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. ഒരു ദിവസം മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ യൂണിഫോം ഇട്ട് വന്ന് മാറ്റി. ഈ മാറ്റലൊക്കെ കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പൂർവാധികം ശക്തിയായി ഇവരൊക്കെ അതേ സ്ഥാനത്തുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെയൊക്കെ അതിങ്ങനെ ശൃംഖലകളായി മുമ്പ് പറഞ്ഞ പോലെ ഷോപ്സൊക്കെ ഇടുന്നത് കോട്ടയത്തുള്ള ഒരു പ്രമുഖ ട്രേഡ് യൂണിയൻ്റെ അധിപനാണ്. അയാളുടെ ശിൽബന്ധികളായ ആളുകൾ അവരെ ഇതുപോലെ ഭായിമാരെയൊക്കെ കൂട്ടി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അവർ ഏറ്റുമാനൂർ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു.
അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, അതൊക്കെ എൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് അവരൊക്കെ അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അവരൊക്കെ അവിടെ ഇരുന്നു കുശാലായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. കോട്ടയത്തൊരു പച്ചക്കറി ഒരു വ്യാപാരി, അയാൾ അവിടെ ഈ തിരിവ് വരുന്ന നമ്മുടെ കടക്കാരൊന്നും വാങ്ങിക്കാതെ വരുന്ന പച്ചക്കറി എല്ലാം കൂടെ 100 ചില്ലുവാനം പെട്ടിവണ്ടിയുണ്ട്, അതിൽ കയറ്റി ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തേക്കും വിടും. അത് അതാത് സ്ഥലങ്ങളിൽ ഇങ്ങനെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വില കുറച്ച് അവിടെ എഴുതി വെച്ച് വഴിയെ പോകുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ കയറി വാങ്ങിക്കും. അവര് ഇന്ന് വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ആ ആള് നാളെ വണ്ടി ഇടത്തില്ല. അയാൾ പിന്നെ 2 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അപ്പുറത്ത് വേറെ സ്ഥലത്തായിരിക്കും ഇടുക. അപ്പം നമ്മളൊന്ന് പരാതി പറയാം, ഇന്നലത്തെ മുഴുവൻ ചീഞ്ഞതായിരുന്നു പറയാൻ ചെന്നാൽ ആ ആളും ആ വണ്ടിയും അവിടെ ഉണ്ടാവത്തില്ല. അവര് സുഭിക്ഷമായി കച്ചവടം ചെയ്തിട്ട് പോകും. ഇതെല്ലാം ഇന്നത്തെ പ്രതിസന്ധികളാണ്. നമുക്ക് കൂട്ടായി ചിന്തിക്കണം, കൂട്ടായി നേരിടണം, ആ കൂട്ടായ്മ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടേതുപോലെ ഇന്ന് തിക്കായിട്ടുള്ള, ഇപ്പം നമുക്ക് കേരളം പറയാമെങ്കിൽ ഒരു പട്ടണം പോലെയാണ്. ഒരു പട്ടണം തീരുമ്പോൾ അടുത്ത പട്ടണം തുടങ്ങുക. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ 100 കണക്കിന് കിലോമീറ്റർ പോകുമ്പോഴായിരിക്കും ഒരു ചായക്കടയുള്ളത്. അവിടെയൊക്കെ ഇത്തരം ചെറിയ ചെറിയ കടക്കാർ വഴിയരികിൽ വന്നില്ലെങ്കിൽ യാത്രക്കാർക്ക് ഭക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം മേടിക്കാൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു താരിഫ് വെച്ച് അവർ പ്രത്യേക ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് നമുക്ക് കിട്ടത്തില്ല. ഈ പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് പലിശയില്ലാതെ വീടില്ലാതെ ഒരു 10,000 രൂപ ആദ്യം കൊടുക്കും. അവർക്കൊരു ശരിക്കും ഒറിജിനൽ ലൈസൻസ് അല്ല, പക്ഷേ ഒരു അംഗീകാര പത്രം പോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ കിട്ടും. ആ 10,000 രൂപ അവർ കൃത്യമായിട്ട് അടച്ചാൽ അടുത്തത് 30,000 കിട്ടും, അത് കഴിഞ്ഞാൽ 50,000 കിട്ടും, അത് കഴിഞ്ഞാൽ 1,00,000 കിട്ടും. അടച്ചാൽ മതി, കിട്ടുകയാണ്, യാതൊരു ഈടും ഇല്ലാതെ കിട്ടും. അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കേരളത്തിലെ ഇവിടുത്തെ ഇതുപോലെ ട്രേഡ് യൂണിയൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ ബന്ധമുള്ള ആളുകൾ ഇത്തരത്തിൽ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും നേരെ ചൊവ്വയുള്ള ബിസിനസ്സിനെ ഇന്ന് വളരെ ദുർഘടങ്ങൾ ബാധിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്കിതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ ദിവസം ശബരിമല മണ്ഡല വിളക്ക് പ്രമാണിച്ച് തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിലെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ പറഞ്ഞു, ശബരിമലയാകുമ്പോൾ ഇന്ന വിലയ്ക്ക് വിറ്റോളണം സാധനങ്ങൾ. അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ തൂക്കവും അതിൻ്റെ വിലയും നിശ്ചയിച്ച് കൊണ്ടുവരും. സമയമുണ്ടോ പ്രസിഡന്റ്? ഞാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ വിലയ്ക്ക് വിറ്റോളണം. അപ്പം ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു, അന്ന് കളക്ടറുണ്ട്, മറ്റെല്ലാ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. കടകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടക്കാര് അവരുണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വലിപ്പവും തൂക്കവുമുണ്ട്. ആ തൂക്കത്തിലും വലിപ്പത്തിലുമുള്ള സാധനം അവരവിടെ വെക്കുന്നു. അവർ നിശ്ചയിച്ചിട്ടുള്ള ഇതുവരെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിലയും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശബരിമല സീസൺ പ്രമാണിച്ച് ഞങ്ങളുടെ വ്യാപാരികൾ ആരും വർധന വരുത്തുന്നില്ല. അതേ വിലയ്ക്ക് തന്നെ വിൽക്കാം. പക്ഷെ കളക്ടറേറ്റിൽ നിന്ന് പറയുന്ന തൂക്കവും കളക്ടറേറ്റിൽ നിന്ന് പറയുന്ന വിലയും വെച്ച് വിൽക്കാൻ അത് അപ്രായോഗികമാണ്. കാരണം റെഗുലർ കസ്റ്റമേഴ്സ്, ആണ്ടിൽ 365 ദിവസവും വരുന്ന കസ്റ്റമേഴ്സ്, മസാല ദോശ 100 ഗ്രാം ആണെങ്കിൽ ശബരിമല സീസൺ പ്രമാണിച്ച് അത് 70 ഗ്രാം ആക്കിയിട്ട് വില കുറച്ച് കൊടുത്താൽ അവർ സമ്മതിക്കത്തില്ല. അതല്ല, ഇനി രണ്ടും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരേ ടേബിളിലിരിക്കുന്ന സ്വാമിക്ക്
തൂക്കം കുറഞ്ഞ മസാല ദോശയും കുറഞ്ഞ വിലയും, മറ്റേ ആൾക്ക് തൂക്കം കൂടിയ മസാല ദോശയും കൂടിയ വിലയും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് അപ്രായോഗികമായ തീരുമാനമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കളക്ടറേറ്റിൽ യോഗം വിളിക്കുമ്പോൾ നമ്മുടെ KHRA ആളുകൾ കുറച്ചുകൂടി ശക്തമായി ഈ വിഷയം ഉന്നയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ സമയമാകുമ്പോൾ ഇവരൊരു ലിസ്റ്റും കൊണ്ടുവരും, കടക്കാരോട് പറയും ഇതൊന്ന് ഒട്ടിച്ചേരെ, നിങ്ങൾ എങ്ങനെയും ചെയ്തു, പക്ഷേ ഇതിവിടെ ഒന്ന് ഒട്ടിച്ചു വെക്കണം. ഇത് ഒട്ടിച്ചു വെച്ചാൽ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റാണ്. എന്നിട്ട് അത് പാലിച്ചില്ലെന്നും പറഞ്ഞ് 5000 10,000 വന്ന് പിഴയടയ്ക്കുക. അങ്ങനെ കൊടുത്ത ഏറ്റുമാൻ്റെ പല വ്യാപാരികളും ഉണ്ട്, അവരൊക്കെ നിരോധിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ സംഘടന ശ്രദ്ധിക്കണം. ഞാൻ നിർത്തുകയാണ്. ബേക്കറി അസോസിയേഷൻകാരെ ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ചതിൽ ഞങ്ങളുടെ അതിയായ സന്തോഷവും ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ കിട്ടിയതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. KHRA എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം ശ്ലാഘനീയമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിനൊപ്പം തന്നെ അവരുടെ ക്ഷണം സ്വീകരിക്കുകയും അവരോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ബേക്കറി അസോസിയേഷൻ കോട്ടയം ജില്ലയും ഇവിടെ നിലനിൽക്കുന്നത്. അതിവിടെ പ്രതീക്ഷ പിലിപ്പോട്ടി സൂചിപ്പിച്ചതുപോലെ എല്ലാ യോഗങ്ങൾക്കും എല്ലാ പ്രതിഷേധങ്ങൾക്കും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും എന്നീ അവസരത്തിൽ ഞാൻ അസംഖ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ജില്ലാ സമ്മേളനം ഇവിടെ നടത്തണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വളരെയധികം പ്രയത്നങ്ങൾ ഒത്തിരി ആൾക്കാർ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എല്ലാ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും എല്ലാം നന്നായിട്ട് തന്നെ പ്രചരണം കൊടുത്തുകൊണ്ട് ഇത്രയും അധികം അംഗങ്ങളെ ഈ ഹാളിൽ എത്തിക്കാൻ സാധിച്ചത് തന്നെ ഈ KHRA ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ്. ഈ ഒരു സംഘടന ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു മാതൃകാ സംഘടനയായി മാറിയിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ബേക്കറി അസോസിയേഷൻകാരെ അതിനോടൊപ്പം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്, ഇനി നിലനിൽക്കുകയും ചെയ്യും. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. വളരെ നല്ല രീതിയിലുള്ള, വളരെ നല്ല അച്ചടക്കത്തോടും ഒതുക്കത്തോടും നല്ല ഭംഗിയായി, ഏറ്റവും പറയുവാണെങ്കിൽ വളരെ നല്ല ഒരു മിനി സംസ്ഥാന സമ്മേളനം പോലെ അണിയിച്ചൊരുക്കിയ ഈ വേദിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാളിൻ്റെ സൗകര്യങ്ങളും എക്സ്പോ മറ്റ് എല്ലാ സൗകര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാന സമ്മേളനത്തിന് ചെറിയൊരു വളരെ നല്ല രീതിയിലൊരു പതിപ്പ് തന്നെയാണ്. അതിനായിട്ട് ഇതിൽ എല്ലാം അണിയിച്ചൊരുക്കിയ കോട്ടയം ജില്ലയുടെ സാരഥികളെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി വളരെ നല്ല രീതിയിൽ വളരെ നല്ല കഴിവുറ്റ നേതൃത്വത്തിനോട് ഞങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു. ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ KHRAക്ക് എന്നും അഭിമാനിക്കാവുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. വളരെ നല്ല ചിട്ടയായ പ്രവർത്തനവും
വളരെ നല്ല കൃത്യനിഷ്ഠയോടുള്ള പെരുമാറ്റവും അവരുടെ അച്ചടക്കത്തോടു കൂടിയുള്ള എന്നും അനുകരണീയമാണ്. എന്നുവെച്ചാൽ എല്ലാ പ്രവർത്തനവും നമ്മുടെ ഒരു സംഘടനയിലെ ഏത് സമ്മേളനത്തിനും ഏത് കാര്യത്തിനും കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ നല്ല രീതിയിൽ എല്ലാവരും തന്നെ വൈറ്റ് ഷർട്ടും നല്ല മുണ്ടുമൊക്കെ കൊടുത്ത് കഴുത്തിൽ കോട്ടയം ജില്ലയുടെ ടാഗ് ഇട്ടൊക്കെ അവർ വരികയുള്ളൂ. കൃത്യമായിട്ട് അവരെ തിരിച്ചറിയാൻ വരെ സാധിക്കും. ഏത് സമ്മേളനത്തിനായാലും അതിപ്പോൾ എവിടെയായാലും ഗോവയിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ ലീഡേഴ്സ് മീറ്റിൽ പോലും അവരുടെ ഇരിപ്പ് കണ്ട് അവർക്കിടെ തിരിച്ചറിയാൻ പറ്റും അത് ഏത് ജില്ലയാണെന്ന്. അത്ര വളരെ മനോഹരമായ രീതിയിൽ ഇത്ര നല്ലൊരു ജില്ലയെ കൊണ്ടുപോകുന്ന ആ അച്ചടക്കത്തിനും ഒത്തിണക്കത്തിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇനിയും പുതിയ നേതൃത്വം ഇന്ന് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല സമ്മേളനങ്ങൾക്കും അതുപോലെ നല്ല രീതിയിലുള്ള എക്സ്പോയും നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്കും എന്നും ആവട്ടെ. ഇനിയും ഏത് പരിപാടിക്കും കോട്ടയം ജില്ലയിലുണ്ടെങ്കിൽ എറണാകുളത്തുനിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് വിളി വരും, എറണാകുളത്തിന് ജില്ല പരിപാടിക്ക് വരണമെന്ന്. വളരെ കാലങ്ങളായിട്ട് ഏത് പരിപാടിക്കും ഇവിടെ എത്താറുണ്ട്, ഇവിടെ ആതിഥ്യം സ്വീകരിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ആ തന്നിരുന്ന ആതിഥ്യം ഇനിയും വരുന്ന ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നവരും അത് തുടരും എന്ന പ്രതീക്ഷയോടെ ഇനിയും വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KHRA. Kerala's vibrant hospitality industry. Incidentally, this year also marks the 50th year of Bharat Petroleum Corporation Limited. BPCL, as you know, was founded in 1928. It initially started as the Burma Shell Company, and it got nationalized on 24th January 1976. Since then, it's been 50 years. This is the 50th year that BPCL is also celebrating, incidentally, and we are here at this juncture. We have completed this 50 years at this juncture, all because of the contributions and feedbacks that we have received from all you customers. Some of the customer-centric initiatives that we have initiated based on the feedbacks that we have received from you. Some of them are the Pure for Sure initiative, where we have ensured that each and every one of you is getting the right quantity and quality at our retail outlets. We have initiated the Petro Card, first time in India. This was again a loyalty program for all your fuel retailers. We have initiated the one-stop truck stop for the truckers. Again, this feedback came from the truck drivers who are operating on the highways. We have initiated in Bharat Gas segment, again we have initiated many new products. We introduced many new products based on the feedback that we have received from each and every one of you. Some of them are supplies in your 19 kg cylinders. You wanted, the number of cylinders in a bay were limited, so we increased the size to 35 kgs, then to 47.5, and now we are even supplying 422 kg cylinders to industries. This innovation, again we are introduced the liquid offtake from the vapor offtake valves. We have introduced the BMCG, the Bharat Metal Cutting Gas, and right now, very recently, we have introduced the 5 kg cylinders for catering units who require in the buffet kind of system. Furthermore, based on the feedback received from our esteemed customers, we are now going ahead with the ZKD initiative or the Zero Ka Dam initiative. This is to ensure the quantity and quality of LPG cylinders from plant. We are already upgraded our infrastructures in this direction, and we are pretty sure we'll be announcing this very shortly. Furthermore, we are also, as a new step, we are also introducing the high tensile strength cylinders. This is to reduce the load, reduce the total weight of the cylinder so that our loadman can carry it easier. Lastly, I have to tell you that last month we have faced multiple issues like tanker strikes, packed transporter strikes, and bulk LPG product shortages. But despite that, I have assurance from my distributors that none of the customers have felt this pinch in the market. This is because of the commitment levels of distributors, just like Mr. George of Platinum Bharat Gas here with you, and
Also, I would like to recognize all the distributors in this forum because of whom the supply chain and the Bharat Gas delivery system is functioning. Thank you. Thank you all for giving me this. കോട്ടയം ജില്ലയിൽ ഏകദേശം 16 യൂണിറ്റുകളെ അണിനിരത്തിക്കൊണ്ട് കോട്ടയം ജില്ലയുടെ മുഴുവൻ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ചായക്കടക്കാരെ ഒന്നിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇന്ന് ഈ ജില്ലാ കൺവെൻഷൻ നടക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് കോട്ടയം ജില്ലയുടെ ഭാരവാഹികളെല്ലാം. കാരണം അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ പൂർണ്ണതയോടെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ സാധിച്ചു എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സംഘടനയിലെ ഓരോ അംഗങ്ങളും കോട്ടയം ജില്ലയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കോട്ടയം ജില്ല മറ്റ് ജില്ലകൾക്ക് മാതൃകരമായ ഒരു ജില്ലയാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സംഘടനാ അംഗം എന്നുള്ള രീതിയിൽ ജില്ലയിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാമ്പത്തികത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവാൻ കോട്ടയം ജില്ലയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കെ എച്ച് ആർ. താങ്ക് യു സർ. ജോയ് മഡോണ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഫിലിപ്പൂട്ടി പറഞ്ഞത് ഒരു മിനി സംസ്ഥാന സമ്മേളനം എന്നാണ്. തീർച്ചയായും അതിലും മികച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇത്ര രീതിയിൽ നന്നായി സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ച കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക്, എറണാകുളം ജില്ലാ കമ്മിറ്റികളിൽ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കെ എച്ച് ആർ. വളരെ സന്തോഷം തോന്നി ഇങ്ങോട്ട് കടന്നു വന്നപ്പം. ആദ്യമായി ഞാൻ ഇച്ചിരി ലേറ്റായതിനുള്ള ക്ഷമാപണം കൂടി നടത്തുകയാണ്. കാരണം ഞങ്ങൾ വണ്ടി ഇടാൻ തന്നെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് വണ്ടി ഇടാൻ പറ്റിയത്. ഇവിടെ മുൻ നേതാക്കന്മാരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പൂട്ടിച്ചായൻ്റെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരു പ്രസംഗം ഞങ്ങൾ വളരെ കോരിത്തിരിച്ചതാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു ജില്ലാ സമ്മേളനത്തിനെ പറ്റി അദ്ദേഹം അവിടെ ഒരു ഔട്ട്ലൈൻ നൽകുകയുണ്ടായി. സത്യത്തിൽ ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഒരു ഇടുക്കി ജില്ലയുടെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സത്യത്തിൽ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി തോന്നി. ഞങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം വരാൻ പോവുകയാണ്. എന്തായാലും ആ കയറി വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ചിട്ടയായ ഒരു പ്രൗഢഗംഭീരമായ സദസ്സും അതനുസരിച്ചുള്ള മറ്റ് ഈ സെറ്റിങ്സും എല്ലാം കൂടെ കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു മഞ്ഞളിച്ചു പോയി. അതോടൊപ്പം തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ അടക്കം ഭാരവാഹികൾ, നമ്മുടെ ബേക്കേഴ്സിൻ്റെ ഭാരവാഹികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ, വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ ഇത്രയും നല്ല രീതിയിലൊരു സമ്മേളനം സംഘടിപ്പിച്ച കോട്ടയം ജില്ലാ ഭാരവാഹികളെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ സൗഹൃദം കോട്ടയം ജില്ലയിൽ മാത്രമല്ല ഇവിടെ പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്താമെന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഏറെ ബഹുമാനനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി ജയപാൽ അവർകൾ ഈ സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ഈ കൊടി പാറിപ്പറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. നമുക്കറിയാം, ഈ കോട്ടയം ജില്ല ഒരു മലയോര മേഖലയാണ്. ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ കിടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കച്ചവടക്കാരെ ഏറ്റുമാനൂരത്തെ ഈ കൺവെൻഷൻ സെന്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച യൂണിറ്റ് ഭാരവാഹികളുടെ അശ്രാന്തമായ പരിശ്രമം, അവർക്ക് നേതൃത്വം കൊടുത്ത ജില്ലാ ഭാരവാഹികൾ, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേതൃത്വമാണ് കോട്ടയം ജില്ലയ്ക്കുള്ളത്. കാരണം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളും വളരെ ചിട്ടയോടും വളരെ ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിച്ച് നേതൃത്വത്തിൻ്റെ പ്രശംസ പിടിച്ചു പറ്റുന്ന കാര്യത്തിൽ എന്നും ഞങ്ങളെയൊക്കെ അസൂയപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് കോട്ടയം ജില്ല കാഴ്ചവെച്ചിരിക്കുന്നത്. ഞങ്ങളും ഒരുമ 2025 എന്ന ക്യാപ്ഷനിൽ ജില്ലാ സമ്മേളനം നടത്തുവാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം ഏറെ നിരാശനാണ് ഞാനിവിടെ വന്നപ്പോൾ. കാരണം ഇനി ഞങ്ങളുടെ ജില്ലയിൽ ചെന്ന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവർ വളരെ നിരാശ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങി പോവുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജില്ലാ വാർഷിക പൊതുയോഗം ഈ വരുന്ന മാസം അവസാന വാരത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കോട്ടയം ഇന്ന് നമ്മുടെ ജില്ലയിലെ അതായത് നമ്മുടെ ജില്ലകളിലെ പ്രഥമ ജില്ലാ സമ്മേളന തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. തുടക്കം അതിഗംഭീരമാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നടക്കുന്ന നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വിധേയമാക്കി കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഏറ്റവും നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനം എല്ലാ ജില്ലകളിലും ചലിപ്പിക്കാൻ ഉദാത്തമാകുന്ന ഒരു മാതൃകാപരമായ ജില്ലാ സമ്മേളനമായി മാറ്റിയ ഈ കോട്ടയം ജില്ലാ കമ്മിറ്റിയെ ഇത്തരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സൗഹൃദ വലയങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ നമ്മുടെ ഈ അടുത്തുള്ള ജില്ലകൾ, ഇപ്പോൾ എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, അങ്ങനെ സൗഹൃദ വലയങ്ങൾ ഇങ്ങനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ഇവിടെ വിവിധ സംഘടനാ ഭാരവാഹികളൊക്കെ പറഞ്ഞു. ഇതുപോലെ ഒരേ കൊടക്കീഴിൽ കഴിഞ്ഞ 61 വർഷമായി നമ്മളുടെയൊക്കെ വയസ്സുകൾക്കപ്പുറമായി പ്രവർത്തിച്ച് ഇന്നും ഒരേ കുടക്കീഴിൽ ഈ സംഘടന നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സംസ്ഥാന നേതൃത്വം അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അശ്രാന്തമായി പരിശ്രമം നടത്തുന്ന 14ഓളം ജില്ലാ കമ്മിറ്റികൾ, ആ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ യൂണിറ്റ് കമ്മിറ്റികൾ, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് ഇവിടെ ഞങ്ങളെ അതിഥികളായി ക്ഷണിച്ച കോട്ടയം ജില്ലയുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് കുട്ടി, പ്രജീഷ്, RC നായർ, പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന ഷെരീഫിക്ക അടക്കമുള്ള എല്ലാവരെയും ഇത്തരത്തിൽ ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി കടപ്പാടും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KHR. കേരളത്തിന്റെ GBIP N. ജയരാജ്, കാഞ്ഞിരപ്പള്ളിയുടെ പൊന്നോമന N. ജയരാജ് അവരുകളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ N. ജയരാജ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ്, യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ N. പ്രതീഷ്, കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ചീഫ് വിപ്പ്, നമ്മുടെ എല്ലാം KHR സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മിക്കവാറും കോട്ടയം ജില്ലയിലെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായിട്ടുള്ള ജനകീയനായ ഡോക്ടർ N. ജയരാജ്, ഏറ്റവും ആദരണീയനായ
ചീഫ് വിപ്പ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദീർഘമായ മുഖ്യപ്രഭാഷണത്തിനിവിടെ പ്രസക്തിയില്ല എന്നറിയാം. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്ത് വളരെ നല്ല രീതിയിൽ ഒരു ജില്ലാ സമ്മേളനം കേരളത്തിൽ 14 ജില്ലകളിൽ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് ഇന്ന് കോട്ടയത്ത് നടക്കുന്നത്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ജില്ലാ സമ്മേളനം തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ എല്ലാ പ്രൗഢ ഗംഭീരതയും വിളിച്ചോതുന്ന കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ആദ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഇത്രയും നല്ല ജില്ലാ സമ്മേളനമൊക്കെ നടത്തി ഇത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ ദുഃഖകരമായ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജനപ്രതിനിധികൾ കൂടിയും അറിയേണ്ട കാര്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനധികൃത വ്യാപാരങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിലെ ഹോട്ടൽ വ്യവസായത്തെയാണ്. ഏതാണ്ട് 10-15ഓളം നിരവധി ടാക്സുകൾ കൊടുത്തുകൊണ്ട് അനുദിനം വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലാളികളെ കിട്ടാനില്ലായ്ക, ഇങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിലെ ചെറുകിട ഹോട്ടലുകൾ, ബേക്കറികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനമായിട്ട് കച്ചവടമില്ല. കാരണം സാമ്പത്തിക മാന്ദ്യത്തിൽ പെട്ടുകൊള്ളുന്ന ലോകരാജ്യങ്ങളിൽ പെട്ടു തന്നെ, ഒരു രാജ്യം മാത്രമല്ല ലോകത്ത് തന്നെ വളരെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി നമ്മളുടെ ബിസിനസ് ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ബിസിനസ് കുറയുമ്പോഴും ചെലവ് കുറയുന്നില്ല. ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അനധികൃത വ്യാപാരം വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പല നിയമങ്ങൾ ആവശ്യമാണ്. നമുക്കറിയാം, ഹെൽത്ത് കാർഡിൻ്റെ കാര്യം. ഹെൽത്ത് കാർഡില്ലാതെ ഒരിക്കലും ഒരു തൊഴിലാളിക്ക് ഹെൽത്ത് കാർഡില്ലാതെ നമുക്ക് ആഹാരസാധനം കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ അവിടെയും നിയമവിധേയമല്ലാത്ത കുറേ കാര്യങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വ്യക്തമായ പരിശോധന നടത്തി ഒരു തൊഴിലാളിക്ക് ഒരു ഹെൽത്ത് കാർഡ് കൊടുത്താൽ അത് അംഗീകരിക്കാൻ ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. എന്നാൽ കേരളത്തിൽ മാത്രം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ ഹെൽത്ത് കാർഡ് അംഗീകരിക്കുന്നില്ല. ചില ഉദ്യോഗസ്ഥർ പറയുന്നു, ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്തേക്കാണ്, ഇവിടുത്തെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന്. ഇവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ പോലും അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില പ്രാദേശിക ഭരണകൂടങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുവാനാണ് നാം ശ്രമിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കും അതീതമാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയ ഒരു സർക്കാരാണെന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. നമ്മുടെ വാണിജ്യ മേഖലയ്ക്ക് പ്രത്യേകമായിട്ട് ഊന്നൽ നൽകിക്കൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ വാണിജ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഏകജാലക സംവിധാനത്തിലൂടെ പരിഹരിക്കാവുന്ന സംവിധാനങ്ങൾ ഈ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ ശ്രീ MP രാജേഷ്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ലൈസൻസ് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു കാര്യമാണ് 5 വർഷത്തേക്ക് നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പോൾ അദ്ദേഹം വേറെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. PCBയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ളവർക്ക് ലൈസൻസ് എടുക്കുന്നതിന് മറ്റ് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ലൈസൻസ് കൊടുക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഒത്തിരി നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ചെറുകിട ഹോട്ടലുകൾക്ക് എല്ലാവരെയും വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് PCBയുടെ നിയമത്തിൽ നിന്ന് മാറ്റണമെന്ന്. പക്ഷേ ഇത് ആരാണ് മാറാത്തത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിയമവ്യവസ്ഥയെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. പലപ്പോഴും നമുക്കറിയാം, പുതിയതായിട്ട് വരുന്ന ഒത്തിരി പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടൊരു പഠനമില്ലാതെ എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളെന്നോ ഇവിടുത്തെ കച്ചവടക്കാർക്ക് പറ്റിയ നിയമങ്ങൾ എന്താണെന്നോ അവരെങ്ങനെയാണെന്ന് ഇതൊന്നും അവർ പഠിക്കുന്നില്ല.
അവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥ ഭരണമാണ്. ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞാലും ജനപ്രതിനിധികൾ അനുസരിക്കുന്നൊരു കാര്യമാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. പല തദ്ദേശ സ്വയംഭരണ അടിവരായിട്ട് പറയുകയാണ്, അല്ലാത്ത ഒത്തിരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇത്രയെല്ലാം ഗവൺമെൻറ് ഉദാരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും ഇപ്പോഴും ലൈസൻസ് കൊടുക്കാത്ത ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. കൊല്ലത്ത് ഇതുവരെ ലൈസൻസ് കിട്ടിയിട്ടില്ല. അവർ വാശിയാണ് ചില കാര്യങ്ങളിൽ. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ ചോദിച്ചു, വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ സ്ഥാപനത്തിൽ കട പൂട്ടിക്കുമെന്ന് പറയുന്നത്. വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കോവിഡ് വാക്സിനേഷൻ എടുത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് നിർബന്ധമാക്കിയിരുന്നു. സുപ്രീം കോടതിയോട് ഈ വിഷയമായിട്ട് പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത സത്യവാങ്മൂലം ഞങ്ങൾ ഒരാളെയും വാക്സിനേഷൻ എടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ ഭരണ സംവിധാനത്തിൽ വാക്സിനേഷൻ എടുക്കാൻ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം വാക്സിനേഷൻ പലർക്കും വിപരീത ഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ചർച്ചയിൽ, മനോരമയിൽ നടന്നൊരു ചർച്ചയിൽ പോയപ്പോൾ IMAയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അവർ പറഞ്ഞത് വാക്സിനേഷൻ ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട വാക്സിനേഷൻ IMA അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമുണ്ടോ എന്ന് IMAക്ക് സംശയമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ് വാക്സിനേഷൻ എടുക്കാൻ നിർബന്ധം പഠിച്ചാൽ അതിനൊരിക്കലും നമ്മൾ തള്ളിക്കളയാറില്ല. വാക്സിനേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാക്സിനേഷൻ എടുക്കണം എന്ന് തന്നെയാണ് സംഘടന പറയുന്നത്. പക്ഷെ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കാത്ത കുറേ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ എടുത്താൽ അത് ഒത്തിരിയേറെ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന് വിശ്വസിക്കുന്ന അത്രയേറെ അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാരുമുണ്ട്. അതിനകത്ത് പരിജ്ഞാനം കുറവാണ്. അവരെ നമുക്ക് നിർബന്ധിച്ച് ഈ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കില്ല. ഇത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയും നിർബന്ധം പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് 2006 പാർലമെന്റ് പാസാക്കി 2011 നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്ത FSSA നിയമം. ആ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഈ നിയമം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ ആ നിലവിൽ ആ സംസ്ഥാനത്ത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ അസ്ഥിരപ്പെട്ടു പോകുന്ന നിയമത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ മാത്രം അത് അസ്ഥിരപ്പെട്ടു പോകില്ല. അതെന്താണെന്നാണ് നമ്മളുടെ ചോദ്യം. ഇവിടെ നമ്മളൊരു വശത്തുകൂടെ സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ ആരാണ് ഇവിടെ ഗവൺമെന്റിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത്? വയനാട്ടിൽ 50ഓളം ദിവസം ജനകീയെടുക്കൽ നടത്തിയത് നമ്മളാണ്. 1 കോടി രൂപ കോവിഡ് പ്രളയം വന്നപ്പോൾ ഈ സർക്കാരിലേക്ക് കൊടുത്ത ഏക വ്യാപാര സംഘടന നമ്മളാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന ഒരു വ്യാപാര സംഘടനയാണ് KHRA എന്ന് പറഞ്ഞത് ജനറൽ സെക്രട്ടറി അല്ല, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുള്ളൊരു സംഘടന നേരിടുന്ന ജനാധിപത്യപരമായ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ സർക്കാരിന് സാധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൽ തന്നെ തുടരാം. ഇവിടെ ഒരു വശത്തു കൂടെ FSSA നിയമം അനുസരിച്ച് ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ അധികാരമില്ല. 1954 പൊതുജനാരോഗ്യ നിയമം അനുസരിച്ചാണെങ്കിൽ ആ നിയമം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ പറയുന്നുണ്ട് ഈ നിയമം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള നിയമങ്ങൾക്ക് അസ്ഥിരപ്പെടുന്നു. ഇനി ഉണ്ട് എന്ന് സമർത്ഥിച്ചാൽ തന്നെ സാനിറ്റേഷൻ സൗകര്യം, ശുചിത്വം നോക്കാനുള്ള അധികാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ളൂ. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്നോട് പറഞ്ഞാണ് എവിടെ അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് എഴുതി തരാൻ. മന്ത്രി ചാനലിൽ കൂടെ പറഞ്ഞു ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് ആ രീതിയിൽ പരിശോധന നടത്താതെ കൊണ്ടുപോകാൻ അധികാരമില്ല എന്ന്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ കൊടുത്തു പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നു, പരിശോധന നടത്താതെ മഹസർ തയ്യാറാക്കാതെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണ സാധനം പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല എന്ന്. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. എന്നിട്ടും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്ന വ്യാപാര മേഖലയിൽപ്പെട്ടവരാണ് ഞങ്ങൾ. എല്ലാ നിയമങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി സമ്മതിക്കുന്നു. എന്നിട്ടും തന്നെ ഇഷ്ടത്തിന് പെരുമാറുന്ന കുറെ ഉദ്യോഗസ്ഥര് സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ട് ഹോട്ടലിന്റെ പേരെഴുതി പ്രദർശിപ്പിച്ച് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയെയും ഒപ്പം തന്നെ വർഷങ്ങളോളം പൊതുജന സേവനം നടത്തി ഇവിടെ നല്ല രീതിയിൽ പേരെടുത്ത ഹോട്ടലുകളുടെ പേരെഴുതി വെച്ചുകൊണ്ട് ആ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുമ്പോൾ അത് അധികാരമുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരിടത്തും ഭക്ഷണ സാധനങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്നാണ്. എനിക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ഭാഗമായ ബഹുമാന്യനായ ചീഫ് വിപ്പ് അടക്കം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും നമ്മുടെ വേദികളിൽ വന്ന് നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും
എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ആദരണീയനായ ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട്, നിങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞങ്ങൾ നേരിടുന്ന ജനകീയമായ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, നിയമമല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല, ഞങ്ങളുടെ സംഘടനയും പറയാറില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ പോലും പ്ലാസ്റ്റിക് കിറ്റുകൾ ഹോട്ടലുകളിൽ ഉപയോഗിക്കരുതെന്നാണ് സംഘടന കൊടുത്ത നിർദ്ദേശങ്ങൾ. പ്ലാസ്റ്റിക് കിറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വരുന്ന ഒരു സമൂഹത്തിന് ഗുണകരമായ ഏതൊരു മാറ്റങ്ങൾക്കും സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് KHRA. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും അദ്ദേഹം കൂടി വന്ന സ്ഥിതിക്ക് രണ്ട് വാക്കും കൂടി സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം ജനപ്രതിനിധികളെ, മന്ത്രിമാരെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ജില്ലാ സമ്മേളനത്തിലാണ്. ഇങ്ങനെയുള്ള ജില്ലാ സമ്മേളനത്തിലാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെയും കൂടി ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പറഞ്ഞതാണ്. അത് ഈ ഒരു കാര്യം മാത്രമാണ്. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ ഞങ്ങൾക്ക് ലെറ്റർ തരികയുണ്ടായി. കേരളത്തിലെ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് പ്രദർശിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അധികാരമില്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി അത് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുവാനും പരിശോധിക്കുവാനുള്ള അധികാരം FSSA ഉദ്യോഗസ്ഥർക്കേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത്, കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിലൊക്കെ പിടിച്ചെടുത്ത് പേരെഴുതി പ്രദർശിപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രിയെയും അതുപോലെ തന്നെ കേരളത്തിലെ വർഷങ്ങളായി കച്ചവടം നടത്തി വരുന്ന സാധാരണക്കാരായ ഹോട്ടൽ ഉടമകളുടെയും ഉപജീവനവും വലിയൊരു ഇൻഡസ്ട്രിയെയും നശിപ്പിക്കുമെന്ന് ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ജനപ്രതിനിധികളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിനൊരു പരിഹാരം കാണണം. രണ്ടാമത്തത് നിയമത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടണം. നിയമത്തിൻ്റെ ആനുകൂല്യം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. സർക്കാരിനോടൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടൊപ്പം ഏറ്റവും കൂടുതൽ നാളുകൾ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ച കഴിഞ്ഞ 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റൊരു വ്യാപാര സംഘടനയും അത്രയും അടുത്ത് സർക്കാരുമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ അല്ല. കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും അത് നമ്മുടെ സർക്കാരാണ്. ആ സർക്കാരുമൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് KHRAയുടെ നിലപാടുകൾ. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രളയ സമയത്ത്, അതല്ലെങ്കിൽ പിന്നീട് കോവിഡ് സമയത്ത്, അതിനുശേഷം വന്ന വയനാട് ദുരന്തമടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തിലും സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സംഘടനയാണ് നമ്മുടെ സംഘടന. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ വേദിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് KHRA എന്ന സംഘടനയാണ് സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല വ്യാപാര സംഘടന എന്നാണ്. ആ ബഹുമതികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 50,000-ഓളം വരുന്ന ചെറുകിട ഹോട്ടലുകൾ നേരിടുന്ന ഈ ചെറിയ കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ കാര്യങ്ങളാണ്. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി മേഖല കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ചെയ്തു തന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് സാർ അടക്കമുള്ളവർ ഈ മേഖലയ്ക്ക് ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ അവസരത്തിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി കേരളത്തിലെ 14 ജില്ലകളിൽ ആദ്യമായിട്ട് ഇന്നിവിടെ തുടങ്ങി വയ്ക്കുന്ന ജില്ലാ സമ്മേളനം ഇത്രയും പ്രൗഢഗംഭീരമായി നടത്തിയ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ഔപചാരികമായി തിരികൾ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ്. നെഞ്ചിലേറ്റിക്കൊണ്ട് കേരളം ഒട്ടാകെ ശക്തമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ മാതൃകയായി ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന, ജില്ലയ്ക്കുള്ള അംഗീകാരം പല പ്രാവശ്യം ഏറ്റുവാങ്ങിയ കോട്ടയം ജില്ലയിൽ ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി ഒരു കൊടിക്കീഴിൽ അണിചേരുകയാണ് ഇന്നീ ദിവസം, ഈ നിമിഷം. നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരേയൊരു സംഘടനയാണ് KHRA. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ KHRA, നമ്മുടെ ഈ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ കുടുംബത്തിന്റെ അംഗമായിട്ടുള്ള എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ വ്യവസായ രംഗത്ത് പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും തീർച്ചയായിട്ടും പറയുന്നത് പോലെ സൗഹൃദത്തിലൂടെ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ എൻ പ്രതീഷ്, സ്വാഗതം ആശംസ ശ്രീ KK ഫിലിപ്പ് കുട്ടി, ബഹുമാനായ കേരള ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, ശ്രീ G ജയപാൽ, ശ്രീമതി ലൗലി ജോർജ് പടികര, ശ്രീ S ബിജു, ശ്രീ മുഹമ്മദ് ഷരീഫ്, ശ്രീ NB തോമസ്, ശ്രീ റോയ് ജോർജ്, ശ്രീ B വിജയകുമാർ, ശ്രീ റോയ് മഡോണ, ശ്രീ TJ മനോഹരൻ, ശ്രീ MS സജി, ശ്രീ സജി കോശി ജോർജ്, ശ്രീ നാസർ ബി താജ്, ശ്രീ RC നായർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം ആദ്യം തന്നെ പ്രതീക്ഷും അതുപോലെ തന്നെ മറ്റിതിൻ്റെ ഭാരവാഹികളും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമെല്ലാം തിരുവനന്തപുരത്ത് അടിയന്തര പ്രാധാന്യമുള്ളൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് താമസിച്ചു പോയത്. ക്ഷമിക്കണം എന്നാദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. മുമ്പും ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഇടപെടാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള പലരുമായി ബന്ധപ്പെട്ടും പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ മുമ്പ് MLA ആയിരുന്നപ്പോഴും ഇപ്പോൾ മന്ത്രിയായപ്പോഴും ഒക്കെ ചില ഘട്ടങ്ങളിൽ പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദ്യഘട്ടങ്ങളിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ബേക്കറി അസോസിയേഷനും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഘട്ടമുണ്ട്. അതിൽ ബേക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ആന്ധ്രയിൽ നിന്ന് വരുന്ന പാക്കറ്റുകളിലുള്ള ബിസ്ക്കറ്റുകാരെ പിടികൂടുന്നതെന്ന് പറഞ്ഞ് മുമ്പ് തോമസ് ഐസക്ക് വാറ്റ് ഏർപ്പെടുത്തിയപ്പോൾ ഒരു ഘട്ടത്തിലും നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡക്ഷൻ ഒന്നും വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരുന്നു. അന്നേരം ഈ സദസ്സിലുള്ള രവിയും മറ്റേ വെളിയിലുള്ള പലരും ഒക്കെ കൂടി ചേർന്ന് അന്ന് കേരളത്തിലെ മുഴുവൻ പ്രതിനിധികളും വന്നിരുന്നു. ആദ്യം അത് നിയമസഭയിൽ കൊണ്ടുവന്നത് ഞാനായിരുന്നു. അന്ന് ഐസക്കിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഐസക്കിനോട് സംസാരിച്ചപ്പോൾ ഐസക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ആന്ധ്രയിൽ നിന്ന് വരുന്ന ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഈ പ്രോഡക്റ്റിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും 18% ആക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാവപ്പെട്ട നാട്ടും പ്രദേശത്തെ കൂലിക്കാരൊന്നും ഇല്ലാതെ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ചേർന്ന് നടത്തുന്ന ബേക്കറികളുണ്ട്, ഉപജീവനം കഴിക്കുന്നത്. അതുകൊണ്ടാണ് അവരിത് ബ്രാൻഡഡ് പ്രോഡക്റ്റിനോടൊപ്പം നിന്ന് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ അവരും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെക്കും. അതിനും ആ രൂപത്തിലുള്ള ടാക്സ് ഏർപ്പെടുത്തിയാൽ എങ്ങനെ ഇത് കഴിഞ്ഞു പോകും എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാൽ സഭയിൽ ഉന്നയിച്ചു, ഞാൻ മറുപടി പറയുമ്പോൾ അത് പിൻവലിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അസോസിയേഷൻ തന്ന നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് സഭയിൽ ഉന്നയിക്കുകയും ബഹുമാനായ ജയരായ മാഷും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഐസക് അന്ന് പിൻവലിച്ചുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ബേക്കേഴ്സ് അസോസിയേഷൻകാർക്ക് മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായി കിട്ടിയത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 2006-15 ഗവൺമെൻറ് കാലഘട്ടമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് GST വന്നപ്പോൾ GSTയായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതീക്ഷ ഉൾപ്പെടെ വന്ന് സംസാരിച്ച കാര്യങ്ങളുണ്ടായി. അതുപോലെ ഇപ്പോൾ എൻ്റെ മുൻ പ്രാസംഗൻ സൂചിപ്പിച്ചതുപോലെ പുതിയ രൂപത്തിലുള്ള പരിശോധനകളും ആ പരിശോധനയിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിയമപരമല്ലാത്ത ഏത് തരത്തിലുള്ള പരിശോധനകൾ വന്നാലും ആ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ സംഘടനയ്ക്ക് അധികാരവും അവകാശവും ഉണ്ട്. അതിനൊക്കെ സംഘടന നമ്മളെന്തിനാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മുമ്പ് ഇത് തുടങ്ങിയ ഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ സ്ഥിതിയും കൂടെ വെച്ച് നോക്കിയാൽ
നിങ്ങൾക്ക് ഇതേപോലുള്ള ആളുകൾ പോരാത്ത രൂപത്തിലേക്ക് വന്നിരിക്കുന്നു, സമ്മേളനം ചേരാൻ എന്ന രൂപത്തിലേക്ക് സംഘടന വളർന്നിരിക്കുന്നു. അത്രത്തോളം ഒരു വലിയ സംഘടനയായി ഇന്ന് വളർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തികച്ചും അഭിമാനിക്കാം. മുമ്പ് തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അത്തരം ഘട്ടങ്ങളിലൊന്നും ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഒരു കുടുംബസമേതം വരുന്നു എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഒരിക്കലും കുടുംബജീവിതം ഇല്ലാത്ത കൂട്ടരെയാണ് ഹോട്ടലുകാർ. പലപ്പോഴും നമുക്കറിയാം, വീട്ടിൽ കുട്ടികളോടൊപ്പോ മുതിർന്നവരോടൊപ്പോ അല്പം കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും അവസരം കിട്ടൂ. പുലരുന്നതിന് മുമ്പ് തന്നെ തുറക്കണം. അതേപോലെ തന്നെ ബിസിനസ് ശ്രദ്ധിക്കണം, മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഇടപെടണം. അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങേണ്ട അങ്ങനെ വാങ്ങണം, അല്ലാത്തത് അങ്ങനെ വാങ്ങണം. ഒപ്പം ഓരോ രൂപത്തിൽ വന്ന് പുലരുമ്പോഴേക്കെല്ലാം റെഡിയായി വരണം. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ സർവീസിൻ്റെ പ്രശ്നം, വല്ലവും വെച്ചാലും നല്ലോം വിളമ്പണം എന്ന രൂപത്തിൽ നല്ല സർവീസ് ചെയ്യാൻ പറ്റുന്ന ജീവനക്കാരെ കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമായി വരും. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വന്ന് അവസാനം വൈകുന്നേരം ആകുമ്പോഴോ പണം കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിരിവുകാർ വരും. ആ പിരിവുകാരെ തിരിച്ചയക്കുന്ന പ്രശ്നം, അവരെ മാനേജ് ചെയ്യുന്ന വിഷയം ഉൾപ്പെടെയുള്ളത് അവരുടെ മുമ്പിലെ വിഷയങ്ങളാണ്. എല്ലാം കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഒരു ന്യൂനത ഉണ്ടായാൽ അത് അസ്വസ്ഥതയും അസംതൃപ്തിയും അസഹിഷ്ണുതയുമായി പടർന്ന് പലപ്പോഴും പ്രശ്നസങ്കീർണമായി ചില സങ്കേതങ്ങൾ മാറിത്തീരുന്ന അവസ്ഥയുണ്ടാവും. ഇങ്ങനെ നാനാതരത്തിൽ എപ്പോഴും ഈ ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് ഒരു ടെൻഷനാണ്. യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞവർക്ക് ഇല്ല. കുടുംബക്കാരോടൊപ്പം എവിടെയെങ്കിലും ഒരു ടൂർ പോകാനോ വിരുന്നിന് പോകാനോ കുടുംബ സാഹചര്യത്തിൽ സംസാരിക്കാനോ ഒന്നും അവസരം കിട്ടാതെ ഏതാണ്ട് മുഴുവൻ സമയവും ഈ ഹോട്ടൽ ബിസിനസ്സിൽ കേന്ദ്രീകരിച്ചു പോകുന്നവർക്ക് മാത്രമേ ഇത് ഭംഗിയായി ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ ഒരു വശത്തൂടെ ബിസിനസ് പുരോഗമിക്കുമ്പോൾ മറുവശത്തൂടെ കുടുംബം വേണ്ടത്ര രൂപത്തിൽ പോറ്റാനും ആ ബന്ധം കൂട്ടി ഉറപ്പിച്ച് പോകാനും കഴിയാതെ വരുമ്പോൾ അത് രണ്ടും കൂടി ഒരു അവസരം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് ഈ കുടുംബസംഗമം എന്ന രൂപത്തിലേക്ക് നമ്മുടെ സമ്മേളനം മാറ്റി തീർത്തത്. അതേതായാലും അഭിനന്ദനാർഹമായ ഒരു സമീപനമായി എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് കൂടി എല്ലാവർക്കും പരസ്പരം സൗഹൃദം പങ്കിട്ടും പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഊഷ്മളതയും ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോവുക എന്നൊരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ആ രൂപത്തിലേക്ക് എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയണം കുടുംബത്തെ. അതുകൊണ്ട് കുടുംബങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ സമ്മേളനം ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്ത് KHR നമ്മൾ സുരക്ഷാ പദ്ധതികൾ കൂടി രൂപം കൊടുത്തു. അത് ഏറ്റവും നല്ല ഒരു കാര്യമായി. കാരണം ഇതിലേതെങ്കിലും തരത്തിലുള്ള ആപത്ത് സംഭവിച്ചാൽ അങ്ങനെ ആപത്ത് സംഭവിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭാവി സുരക്ഷിത ബോധം നമ്മുടെ സംഘടനയിൽ ചേർന്നാൽ ഒരംഗത്തിനുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സന്ദേശമാണ് ഇന്നിപ്പോൾ നമ്മുടെ KRCയുടെ സുരക്ഷാ പദ്ധതി പ്രകാരം ഇവിടെ നടത്തുന്ന, പ്രത്യേകിച്ച് ആ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നവർക്കുള്ള ധനസഹായം. അത് നിങ്ങൾ ഈ സംഘടന ഏർപ്പെടുത്തിയ ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു സമീപനമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നീട് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് പലതരത്തിലുള്ളതുണ്ടാവാം. പല രൂപത്തിലുള്ള നിയമങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവാം. ചില ഘട്ടങ്ങളിൽ നമുക്ക് പുതിയ കമ്പോളത്തിൽ വരുന്ന ഫ്ലക്ച്വേഷൻ പ്രശ്നമുണ്ടാവാം, വിലക്കയറ്റത്തിൻ്റെ വലിയ വിഷയങ്ങളുണ്ടാവാം. ഇത്തരമൊക്കെ ഘട്ടം വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ, ലാഭകരമായി നടത്തി പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ഓരോ തരത്തിലുള്ള വിഭവങ്ങളുടെയും വില വർദ്ധിപ്പിക്കേണ്ടതായി വരും. അത് ചെയ്യണമെങ്കിൽ നമുക്ക് അനുമതി വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് നമ്മുടെ സംഘടനയുടെ സജീവമായി ഇടപെടൽ വേണ്ടി വരിക. അത് കാലോചിതമായി വേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ആ രൂപത്തിൽ ഇടപെടാനും നമ്മുടെ സംഘടന സജീവമായി മുന്നോട്ട് വരുമ്പോൾ ഞാനും ജയരാജ മാഷും ഒക്കെ നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന കാര്യമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സംഘടന കൂടുതൽ കരുത്താർജിച്ച് ഈ ജില്ലയിലെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഏറ്റവും നല്ല ഒരു സംഘടനയായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മാറിയിരിക്കുന്നു. അത് ഭാവിയിലും നിങ്ങളുടെ ആ കരുത്തും നിങ്ങളുടെ ആ ഊർജ്ജസ്വലതയും കൂടുതൽ നിങ്ങൾ വലിയ ഉണർവോടെ മുന്നോട്ട് നീങ്ങി നമുക്ക് ഒരുമിച്ചുണരാം, ഒരുമിച്ച് വരാം എന്ന സന്ദേശം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന ഏറ്റവും നല്ല ഓർഗനൈസേഷനായി മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്മുടെ സംഘടന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് രൂപം നൽകിയിട്ട് 61 വർഷങ്ങളാകുകയാണ്. 61 വർഷങ്ങൾ സുദീർഘമായൊരു കാലയളവാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഘടനയുടെ ഷഷ്ടിപൂർത്തിയുടെ കാലഘട്ടമാണ്. ഈ 61 വർഷക്കാലം ഈ സംഘടനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽ ഞങ്ങളുടെയൊക്കെ പാർട്ടി പോലെ ഇടയ്ക്ക് പിളരുക എന്നുള്ളതും പല പല സംഘടനയാകുക ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഒരു അമീബിക് സ്വഭാവം പലപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ 61 വർഷക്കാലമായി വ്യാപാര രംഗത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഈ സംഘടന പിന്നീട് ഒരിക്കൽ പോലും അതിനെ പിരിഞ്ഞു നോക്കാൻ വയ്യാത്ത രീതിയിൽ അതിൻ്റെ യാത്ര ഏറ്റവും ഭംഗിയായി മനോഹരമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ കാലാകാലങ്ങളായി സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതിൻ്റെ ഭാരവാഹികളെ മുഴുവൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്, ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മയും കരുത്തുമാണ് ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളുണ്ടായപ്പോഴൊക്കെ ആ പ്രതിസന്ധികളിൽ നിന്ന് മുൻപോട്ട് പോകാനും മുന്നേറാനും നിങ്ങളെ പ്രേരിപ്പിച്ചതും അതിനനുസൃതമായ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും ആവശ്യമായിട്ടുള്ള നടപടികളും ഉണ്ടായതിൻ്റെ കാരണം കേരളത്തിലെ ഹോട്ടൽ മേഖലയിൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് എന്നുള്ള ബോധ്യം ഒരു പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ മികവായി തന്നെ അതിനെ കണക്കാക്കാൻ കഴിയും. ഞാൻ ദീർഘമായ പ്രസംഗത്തേക്ക് കടക്കുന്നില്ല, പക്ഷേ ഒന്ന് രണ്ട് കാര്യം പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അവരുടെ അവകാശങ്ങളുടെയും ആവശ്യത്തിൻ്റെയും പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നൊരു സംഘടനയാണ്. പക്ഷെ സംഘടനയുടെ പ്രവർത്തനം അവിടെ കൊണ്ട് അവസാനിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു പക്ഷേ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ ദുരന്തമുഖത്ത് 50 ദിവസക്കാലത്തോളം അവിടെ വന്ന് ഓരോ ജില്ലകളിൽ നിന്ന് വന്ന് മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്ത് ഏകദേശം എൻ്റെ കണക്കിൽ ശരിയാണെങ്കിൽ 2.5 ലക്ഷത്തോളം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൗജന്യമായി ഭക്ഷണം കൊടുത്ത് കാണിച്ച ഒരു വലിയ മനുഷ്യത്വത്തിൻ്റെ മുഖം കൂടി ഈ സംഘടനയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എനിക്കറിയാം വളരെ വ്യക്തിപരമായി സംഘടനയിലെ ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. പ്രിയപ്പെട്ട റെജി ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പേര് പറയാത്തത് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വേദിയിലും സദസ്സിലും കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അവിടെയെല്ലാം സമൂഹത്തിന് നന്നായി ചാരിറ്റി ചെയ്യാൻ കഴിയുന്ന തങ്ങളുടേതായ ആ ഒരു കെട്ടുറപ്പിനോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ കാണിക്കുന്ന വലിയൊരു സന്മനസ് ഈ സംഘടനയുടെ മറ്റൊരു മാനുഷികമായ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈനംദിനമുണ്ടാകുന്ന നിത്യോപക സാധനങ്ങളിലുണ്ടാകുന്ന വിലവർദ്ധനവും കാര്യങ്ങളും ഈ മേഖലയെ വല്ലാതെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടയ്ക്കുണ്ടാകുന്ന ഈ അനാവശ്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എങ്കിലും ഈ ഗവൺമെൻറ് വന്ന ശേഷം പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ലൈസൻസ് സമ്പ്രദായമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടും മാറ്റി 5 വർഷത്തേക്കാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വന്നത് ഇപ്പോഴാണ്. തീർച്ചയായിട്ടും നിയമസഭ ഇനിയും കൂടുന്ന സമയത്ത് ഈ ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും എന്നുകൂടെ ആ കാര്യത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാജ്യത്തെല്ലാം ഒരു നിയമമാണെങ്കിൽ പിന്നെ നമുക്കായി പ്രത്യേക നിയമങ്ങളില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഏത് നിയമം വരുമ്പോഴും ഏത് നിയമമാണോ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അത് മറ്റ് നിയമങ്ങളെ എന്താ പറയുക ഈ അതിൻ്റെ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇല്ലാതാകും എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപാര മേഖലയുടെ ഒരു വലിയ പ്രശ്നം,
വ്യാപാരികളൊക്കെ നിങ്ങളൊക്കെ അതിൻ്റെ അവകാശികളാണെങ്കിലും സത്യത്തിൽ ജനമാണ് ഇതിൻ്റെ അവകാശി. ഒരു കട ഒരു ദിവസം തുറന്നില്ലെങ്കിൽ രാവിലെ ചോദ്യം വരും. സർക്കാർ ആഫീസ് അടച്ചിട്ടാലും കട അടച്ചിട്ട് കഴിഞ്ഞാൽ ചോദിക്കും ഇതെന്നാ തുറക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അവകാശികൾ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു സേവനത്തിൻ്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങളാണ്. കടയെല്ലാം അടച്ച് പിന്നെ വളരെ ഒരുപക്ഷെ പകൽ സമയങ്ങൾ മുഴുവൻ കടയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമൊക്കെ പലപ്പോഴും ഉണ്ടായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയും സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ പോലും വിട്ടുമാറി സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വലിയൊരു പ്രവർത്തനമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർത്ത് ഈ ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് ഈ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ കേരളത്തിലുണ്ട്. പക്ഷേ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഈ ഒരു ആശയം, ഈ നടപ്പാക്കുന്ന ഈ ആശയം മറ്റാർക്കും ഒരുപക്ഷെ അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം കേവലം 3000 രൂപ, ഞാൻ പറയുന്നത് തെറ്റാണ് തിരുത്തണം, എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, 3000 രൂപ കൊടുത്ത് എൻട്രി നടത്തിയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആകസ്മികമായി ഉണ്ടാകുന്ന വിയോഗങ്ങൾ പലപ്പോഴും ആ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കും. അവിടെയാണ് കൈത്താങ്ങായി 10 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും 100 രൂപ മാത്രം കയ്യിൽ എടുത്തുകൊണ്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 3 പേർക്ക് ഞാനാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ആകെ ഇവിടെ 4 പേർക്കോ മറ്റുമാണ്, 4 പേരാണ് ഈ ജില്ലയിൽ മരണപ്പെട്ടപ്പോൾ 3 പേർക്കും അത് കൊടുക്കാൻ അന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം 51ഓളം ആളുകൾ ഇന്ന് കേരളത്തിലെ വ്യാപാര മേഖലയിൽ നിന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയതിൽ 35ഓളം ആളുകൾക്ക് ഈ 10 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപക്ഷെ മറ്റൊരു ഇൻഷുറൻസ് പോളിസിക്കും ഇല്ലാത്ത ഒരു വൈകാരികമായ തലത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കുടുംബം, ഒരുപക്ഷെ ഒരു വ്യക്തി നമ്മളിൽ നകന്നു പോകുമ്പോൾ വളരെയേറെ ആശങ്കപ്പെടുമ്പോൾ ആശങ്കയകറ്റി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് കാണിക്കുന്ന വലിയൊരു മഹനീയമായ മാതൃകയെ സത്യത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഈ വലിയ മാതൃകയ്ക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വ്യക്തിപരമായ ഒരുപാട് സൗഹൃദങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് എനിക്കുണ്ട്. ഈ പ്രശ്നങ്ങൾ കാലാകാലങ്ങൾ ഉണ്ടാകുമ്പോൾ എളിയ ജനപ്രതിനിധി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ അത് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരുപക്ഷെ ഇത്രയും ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഏത് യോഗത്തിനകത്തായിരുന്നെങ്കിൽ ഇവിടെ ഇതാണ് 3 മണി 4 മണിക്ക് തുടങ്ങിയതാണ്, 6 മണിയായപ്പോഴും നിറഞ്ഞ സദസ്സിൽ നിൽക്കുകയാണ്. മിക്കവാറും പേരും കടന്നുപോയി കാണുമെന്നോർത്താണ് ഞാൻ വന്നപ്പോൾ ആരും പോയിട്ടില്ല. നിങ്ങളുടെ സംഘടനയുടെ കെട്ടുറപ്പിന് വേറെ ഇത് കൂടുതൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഈ കൂട്ടായ്മയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 2 വാക്ക് പറയണമെന്ന് തോന്നിയുകൊണ്ട് പറയുകയാണ്. ലാളിത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒരു പ്രതീകമാണ്. അങ്ങനെയുള്ളൊരു ജനപ്രതിനിധിയാണ് ശ്രീ ജയരാജ് സാർ. അദ്ദേഹത്തിന് ഈ വേദിയിൽ വെച്ച് കോട്ടയം ജില്ലാ കമ്മിറ്റി ആദരിക്കുമ്പോൾ അത് ഈ ആദരവിന് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിക്ക് അതിന് അഭിമാനം തോന്നുന്നു. ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ആദരവ് സ്വീകരിക്കാൻ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു.
എന്തായാലും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ല ഒരു വനിതാ വിങ് രൂപീകരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്. ഞാൻ പേര് വിളിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് രൂപീകരിക്കുന്ന ഈ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിന്ദു ജീവൻ ആര്യ സൽക്കാര കോട്ടയം. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെക്രട്ടറിയായിട്ട് ജയശ്രീ ജയൻ അനിഷൻ ഹോട്ടൽ ഏറ്റുമാനൂർ. ട്രഷററായിട്ട് ആലീസ് ജോസഫ് മിഡ്വേ ഹോട്ടൽ കറുകച്ചാൽ. വൈസ് പ്രസിഡന്റായിട്ട് അലീന ഷാൻ അലീന ഹോട്ടൽ കോട്ടയം. ജോയിന്റ് സെക്രട്ടറി ദേവിന NS ദേവിന ഹോട്ടൽ കഞ്ഞിക്കുഴി. മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മേരീസ് ബിജോയ്, അനിത പ്രതീഷ്, നിഷായം കോശി, ജിൻസി ബോബി, റജീന അൻസാരി, റസിയ ഷാഹുൽ. ഇവരൊക്കെ ഇങ്ങോട്ട് കടന്നു വരണം. ആരും വരുന്നില്ലല്ലോ, പേര് വിളിക്കൽ മാത്രമേ ഉള്ളൂ. റസിയ ഷാഹുൽ, ബുബി ബിജു, രാജി പ്രേമി, രമ്യ മനോജ്, സൗമ്യ VT, രാജി സിജു, സിൻസി മാത്യു, ഉഷാകുമാരി എന്നിവരെ കോട്ടയം ജില്ലാ വനിതാ വിങ്ങിൻ്റെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററെ ആദരിക്കുന്ന ചടങ്ങാണ്. പ്രസിഡന്റ് ബിന്ദു ജീവനെ ആദരിക്കുന്നതിനായിട്ട് ജെസി ജയപാൽ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ജയപാൽ സാറ്, പ്രതീഷ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പ്രതീഷ് ഏറ്റവും കൂടുതൽ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇങ്ങനൊരു സംഘടനയിലോട്ട് നയിച്ച് ഇതിന് മുമ്പുള്ള ഭാരവാഹികളോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. കിളിക്കുട്ടിച്ചായൻ എല്ലാവരോടും. അത് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. എന്നാലും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് കോട്ടയത്ത് അവർക്ക് ഹോട്ടലായിട്ട് 60 വർഷമായി. അപ്പം കല്യാണം കഴിച്ച് ഞാൻ ആ വീട്ടിലോട്ട് വന്നതോടുകൂടി ഞങ്ങൾ വേറൊരു പ്രസ്ഥാനം കൂടെ തുടങ്ങി. അപ്പം കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തോളമായിട്ട് ഹോട്ടൽ പ്രസ്ഥാനമായിട്ട് പോകാനായിട്ടുള്ള ഒരിത് എനിക്കും കിട്ടി. അപ്പം അങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഞങ്ങൾക്ക് ഇങ്ങനൊരു വനിതാ വിങ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന സംഘടനയോട് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു.